വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം 25-ാം ദിവസം. ധീരനായ വിശുദ്ധ യൗസേപ്പ്. ദൈവവചനം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ധ്യാനം. യൗസേപ്പ് രക്ഷകന്റെ ഭൗമിക പിതാവ് മാത്രമല്ല, വിശ്വസ്ത ശിഷ്യനുമായിരുന്നു. ഗുരുവിൻ്റെ ആനന്ദത്തിൽ പങ്കെടുക്കുന്ന പല ശിഷ്യരും വേദനയിൽ പങ്കെടുക്കാറില്ല. ഗുരുവിനൊപ്പം വിരുന്നുണ്ണാൻ ഇഷ്ടമാണ്, ഉപവാസത്തിന് തയ്യാറല്ല. അത്ഭുതത്തിന് കൂട്ടുണ്ടാവും, പീഡാനുഭവത്തിൽ ഓടിമറിയും. എന്നാൽ യൗസേപ്പ് ഗുരുവും പുത്രനുമായ ക്രിസ്തുവിൻ്റെ രഹസ്യ ജീവിതത്തിലെ എല്ലാ വേദനയിലും പങ്കുകാരനായി. ധൈര്യം വാക്കിലല്ല, പ്രവൃത്തിയിലാണ് യൗസേപ്പ് പ്രകടമാക്കിയത്. ഏതൊരു സഹനത്തിനും പോരാട്ടത്തിനും സ്നേഹിക്കുന്നവയെ ചേർത്ത് പിടിക്കുന്നതാണ് ധൈര്യം. ഭീഷണികൾക്കിടയിൽ പതറാതെയും ഇടറാതെയും ദൈവം ഏൽപ്പിച്ച മറിയത്തെയും കുഞ്ഞിനെയും കാത്തു പരിപാലിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മഹത്തായ ദാനമായ ആത്മധൈര്യം യൗസേപ്പിൻ്റെ ഓരോ ചുവടിലും ഉണ്ടായിരുന്നു. ഈജിപ്തിലേക്ക് മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടി രായ്ക്കരാമാനം യാത്ര തിരിച്ചതും സംഘട്ടനങ്ങളുടെ വഴിയരികിൽ തിരുസുതിന് ജന്മം നൽകാനുള്ള ഇടം കണ്ടെത്തിയതും യൗസേപ്പിൻ്റെ ധീരമായ ചുവടുകളല്ലാതെ മറ്റെന്താണ്? നിറവയറുമായി സത്രങ്ങളുടെ വാതിലുകൾ തട്ടുമ്പോഴും അത് അവർക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴും യൗസേപ്പ് ക്ഷീണിതനായില്ല, മനസ്സുമടുത്തില്ല. എന്തേ ദൈവം ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചില്ല. മറിച്ച് ബെത്ലഹേമിലെ ഗുഹയിൽ പോയി സ്ഥലമൊരുക്കി. ഓ വന്ധ്യനും ശക്തനുമായ ഞങ്ങളുടെ പിതാവേ, ധീരതയുള്ളവർക്കേ വിശുദ്ധരാകാൻ കഴിയൂ എന്ന് ഞങ്ങൾ അറിയുന്നു. സകല പ്രലോഭനങ്ങളിൽ തട്ടിവീടും പ്രതിസന്ധികളിൽ പതറിയോടിയും പ്രകോപനങ്ങളിൽ ഭയപ്പെട്ടും ജീവിക്കുന്ന വിശ്വാസികൾക്ക് വിശുദ്ധരാകാൻ കഴിയില്ലല്ലോ. അടിമത്തത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ഈജിപ്തിൽ നിന്ന് തിരുക്കുടുംബത്തെ നയിച്ച നാളുകളെ ഓർക്കുന്നു. നിന്നെ ധീരത ഞങ്ങൾക്കും തരിക. വാക്കിൽ ശക്തരാണ് ഞങ്ങൾ പലപ്പോഴും, എന്നാൽ പ്രവൃത്തി വരുമ്പോൾ ഭയന്ന് പിന്തിരിയും. അപമാനകരമായ സാഹചര്യങ്ങളെ നേരിടാനോ ഭീഷണികളെ അഭിമുഖീകരിക്കാനോ കഴിയാതെ പോകുന്നു. ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥ. എങ്കിലും നടക്കുന്ന വഴിയിലൂടെ നടക്കാനും, എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടക്കാനും, ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുമാണ് പലപ്പോഴും ഇഷ്ടം. ദൈവഹിതം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു. അപകടകരമായ വിധത്തിൽ പോലെ യാത്ര ചെയ്ത് ഈശോയെ മഹത്വപ്പെടുത്താൻ വലിയ ആഗ്രഹമുണ്ട്. മത്സരതാതനായ യൗസേ പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവം ഞങ്ങളുടെ പക്ഷത്തെങ്കിൽ ആര് ഞങ്ങൾക്ക് എതിര് നിൽക്കും? എതിർ നിൽക്കുന്ന ശക്തികളെ നേരിടുവാൻ ദൈവസുതൻ കൂടെയുണ്ടെന്ന ഉറച്ച ബോധ്യം യൗസേപ്പിനെ ബലപ്പെടുത്തി. ഈ ബോധ്യം ആത്മാവിന് കരുത്തേക്കാൻ ഇടവരുത്തി. ശാന്തമായി സഞ്ചരിച്ച യൗസേപ്പ് അസാധാരണമായ വിധത്തിൽ തിന്മകൾക്കെതിരെ പടപൊരുതി. ജീവനെതിരെയുള്ള പിശാചിൻ്റെ ഭീഷണി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദൈവസുതൻ്റെ ജീവനെതിരെ. ജീവൻ്റെ സംസ്കാരത്തിനായി നിലകൊള്ളുന്നെങ്കിൽ ധൈര്യം വേണം, വീര്യമാർന്ന വിശ്വാസം വേണം. യൗസേപ്പിൽ നിറഞ്ഞു നിന്നത് അസാധാരണമായ വിശ്വാസവും ധൈര്യവുമായിരുന്നു. മറ്റുള്ളവർ പറയുന്ന വില കുറച്ച വാക്കുകളെ അവൻ ഗൗനിച്ചില്ല. യൗസേപ്പ് ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു തനിക്കൊപ്പം ഉണ്ടെന്ന് തന്നോട് തന്നെ പറഞ്ഞ് കൂടുതൽ കരുത്ത് സ്വീകരിച്ചു. പ്രാർത്ഥന. പരിശുദ്ധയായ മറിയത്തെയും ദൈവസുതനായ രക്ഷകനെയും ധീരമായി പൊതിഞ്ഞു പിടിച്ച വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ധീരോത്തരരായി നേരിടുവാനുള്ള കരുത്ത് ഞങ്ങൾക്കായി വാങ്ങിത്തരയണമേ. ആമേൻ.